നമസ്കാരം, ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. SIR-നെതിരെ പ്രതിപക്ഷ പാർട്ടികളും പൗരാവകാശ പ്രവർത്തകരും ഉയർത്തിയ ഏറ്റവും വലിയ ആശങ്ക എന്തായിരുന്നു? വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ പൗരത്വം തന്നെ സംശയത്തിന്റെ നിഴലിലാക്കുമെന്നതായിരുന്നു അത് ശരിയാണെന്ന് വന്നിരിക്കുന്നു. ഒരു വ്യക്തി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിന്റെ അവസാനമല്ലെന്നാണ് ഈ നടപടി പറയുന്നത്. മറിച്ച് പൗരത്വത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക സംശയത്തിന്റെ തുടക്കമാണത്. വോട്ടർ പട്ടികയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാൻ അർഹരായവരുടെ പട്ടിക തയ്യാറാക്കലാണ്. പൗരത്വം നിർണയിക്കുക എന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും നിയമപരമായ അധികാരികളുടെയും ഉത്തരവാദിത്വമാണ്. എന്നാൽ SIR നടപടിയിലൂടെ ഈ രണ്ട് മേഖലകളും അപകടകരമായി കൂടിക്കലരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണപരമായ പരിശോധന നടത്തുമ്പോൾ അതിന്റെ ഫലമായി ഒരാളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. പട്ടികയിൽ നിന്ന് തെറ്റായ ഒഴിവാക്കൽ ഇന്ന് സാങ്കല്പിക സാധ്യതയല്ല, അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. ലക്ഷക്കണക്കിന് പേർ ഓരോ സംസ്ഥാനത്തു നിന്നും പുറത്തായിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് വലിയ വെല്ലുവിളിയാണ്. രാജ്യത്തെ ദരിദ്രരും കുടിയേറ്റ തൊഴിലാളികളും ആദിവാസികളും പിന്നോക്ക വിഭാഗങ്ങളുമാണ് പലപ്പോഴും ജനന സർട്ടിഫിക്കറ്റ്, ഭൂമിരേഖ, പഴയ രേഖകൾ തുടങ്ങിയവ കൈവശം സൂക്ഷിക്കാൻ പ്രയാസപ്പെടുന്നത്. അത്തരം ജനവിഭാഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള പരിശോധനകളുടെ ആഘാതം കൂടുതലായി അനുഭവപ്പെടുക. ഈ ജനതയോട് ഒട്ടും അനുഭാവം കാട്ടാത്ത ഒരു ഭരണകൂടം കൂടിയാകുമ്പോൾ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുന്നു. വലിയൊരു വിഭാഗം രാജ്യത്തെ പൗരരല്ലാതായി മാറാൻ പോകുന്നു. ശുദ്ധമായ വോട്ടർ പട്ടികകളുടെ പേരിൽ ഏറ്റവും ദരിദ്രരായ മനുഷ്യരുടെ പൗരത്വം ഇല്ലാതാക്കുന്ന സംവിധാനത്തെ നമുക്ക് ഇപ്പോഴും ജനാധിപത്യം എന്ന് വിളിക്കാനാകുമോ? വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെട്ടവർക്ക് കോടതിയെ സമീപിച്ച് ന്യായപരിശോധന തേടാമെന്നാണ് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞത്. ഈ ഉപദേശം കേൾക്കുന്ന ഒരു സാധാരണ വോട്ടറെ സങ്കല്പിച്ചു നോക്കൂ. രാജ്യത്തെ വിദൂര ഗ്രാമത്തിൽ പാർക്കുന്ന ഒരു ദിവസവേതന തൊഴിലാളി തന്റെ പേര് വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കാനും പൗരത്വം തിരിച്ചു കിട്ടാനും കോടതിയെ സമീപിക്കാനും അഭിഭാഷകനെ നിയമിക്കാനും നിയമപരമായ അറിവും സാമ്പത്തിക ശേഷിയും ഇല്ലാത്തൊരാൾ. അത്തരമൊരാൾക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഒരു യഥാർത്ഥ പരിഹാരമല്ല. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കോടിക്കണക്കിന് പേരുടെ പൗരത്വ പരിശോധന നടത്താൻ പൗരത്വ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന അധികാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ എന്നതാണ് മറ്റൊരു അടിസ്ഥാന പ്രശ്നം. പൗരത്വം സംശയിക്കപ്പെടുന്നവരായി ആനുകൂല്യങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട് ഓരോ പൗരനും എത്ര കാലം കാത്തിരിക്കണം? വോട്ടർ പട്ടികയിൽ നിന്ന് തെറ്റായി നീക്കം ചെയ്യപ്പെടുന്ന ഓരോ പേരും ഒരു വ്യക്തിയുടെ വോട്ടവകാശം മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നതെന്ന് ഇപ്പോൾ വ്യക്തമാണ്. അത് ജനാധിപത്യത്തിൽ നിന്നുള്ള ആ ആളുടെ പങ്കാളിത്തത്തെയും പൗരത്വത്തെയും അതുവഴി സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള അവകാശത്തെയും ചോദ്യം ചെയ്യുന്നു. ജനാധിപത്യത്തെ നിഷേധിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു ഏകാധിപതിയോ ഭരണഘടനാ വിരുദ്ധ ശക്തിയോ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ജനാധിപത്യ സ്ഥാപനങ്ങൾ തന്നെയാകാം. ജനാധിപത്യ രാഷ്ട്രത്തിൽ സംസ്ഥാനത്തിന്റെ അധികാരങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് പൗരന്റെ അവകാശങ്ങളാണ്. സംശയാസ്പദരായ ഏതാനും പേരെ കണ്ടെത്തുന്നതിനു വേണ്ടി ലക്ഷക്കണക്കിന് യഥാർത്ഥ പൗരരെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുന്ന സംവിധാനങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയല്ല, ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് ദരിദ്രരും സ്ത്രീകളും കുടിയേറ്റ തൊഴിലാളികളും ന്യൂനപക്ഷങ്ങളും കൂടുതലായി ഇരയാക്കപ്പെടുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. വോട്ടവകാശം സംരക്ഷിക്കുന്നതിനൊപ്പം പൗരരുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനുമുണ്ട്. അല്ലാത്ത പക്ഷം ജനാധിപത്യത്തെ സംരക്ഷിക്കാനെന്ന പേരിൽ രാജ്യത്തെ ഏറ്റവും ദുർബലരായ മനുഷ്യരെ പൗരരല്ലെന്ന് വിധിക്കുന്ന അപകടകരമായ വഴിയിലേക്കായിരിക്കും രാജ്യം നീങ്ങുക. SIR-ന്റെ വ്യാപ്തി എല്ലാവരും ഭയപ്പെട്ടതുപോലെ ഒടുവിൽ പൗരത്വ പരിശോധനയുടെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിനോ മറ്റ് അധികാരികൾക്കോ കൈമാറപ്പെടുകയും അവരുടെ പൗരത്വം പിന്നീട് പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വോട്ടർ പരിശോധനയും പൗരത്വ പരിശോധനയും തമ്മിലുള്ള അതിർത്തി പ്രായോഗികമായി ഇല്ലാതാവുകയാണ്. ഒരു വോട്ടറുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നത് ഇനി വെറും തെരഞ്ഞെടുപ്പ് അവകാശവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. അത് പൗരനെന്ന നിലയിലെ അദ്ദേഹത്തിന്റെ അംഗീകാരത്തെയും അവകാശങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറുന്നു.